അവിചാരിതം. രചന ശ്യാം കല്ലുകുഴിയിൽ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തനിക്കെന്നെ കെട്ടാൻ പറ്റുമോ? ദിവ്യയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ പാർക്കിൽ അങ്ങേമൂലിൽ കൂടി നടന്നു വരുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട പെണ്ണിൽ നിന്ന് പെട്ടെന്ന് നോട്ടം മാറ്റി ദിവ്യയെ നോക്കി. എന്തോന്ന്? ദിവ്യയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടിട്ടാണോ മഞ്ഞ ടീഷർട്ടുകാരി തുറിച്ച് നോക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്നൊരു വിക്കൽ വന്നു. തനിക്കെന്നെ കെട്ടാൻ പറ്റുമോന്ന് ദിവ്യ പല്ല് കടിച്ചു പിടിച്ച് പറഞ്ഞ് ദേഷ്യം കൊണ്ടാണോ എന്നറിയില്ലെങ്കിലും മുന്നിൽ കൂടി നടന്നുപോയ ചേച്ചിക്ക് എന്തോ മനസ്സിലായതുപോലെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. താൻ ഇന്നിങ്ങനെ കണ്ട പെണ്ണുകളെ വായി നോക്കി നടന്നോ? അത് പറഞ്ഞ് ദിവ്യ പുറത്തിന് റെഡി തരുമ്പോഴും എന്നെ നോക്കി ചിരിച്ച ചേച്ചിക്ക് പകരം ചിരി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. ഓഫീസിലെ പോലെ ഇവിടെ വന്നിരുന്ന അടിയാണ് രണ്ടാളും. അതും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ചേച്ചിയും മിനി ചേച്ചിയും കയ്യിൽ ഐസ്ക്രീമുമായി അടുത്തെത്തി. അവരുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുമ്പോഴും ഇടയ്ക്ക് ദിവ്യയെ ഇടം കണ്ടിട്ട് നോക്കി. ആ മുഖത്തെ പതിവില്ലാത്ത ദേഷ്യം എന്നെ പിന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും കൂടി ചില സായാഹ്നങ്ങളിൽ ഇതുപോലെ പാർക്കിൽ പോയി ഇരിക്കാറുണ്ട്. ഓസിന് വായ്നോട്ടോ ഐസ്ക്രീമുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും ദിവ്യയുടെ ആ ചോദ്യത്തോടാകെ ടെൻഷനായി. നീ എന്താ ഇന്ന് പെട്ടെന്ന് ഐസ്ക്രീം തിന്നുന്നത്? അല്ലെങ്കിൽ അവസാനം വരെ അതും പിടിച്ചിരിക്കുന്നതാണല്ലോ. മിനി ചേച്ചി അത് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഐസ്ക്രീം തിന്നു കഴിഞ്ഞിരുന്നു. അതെ, ചേച്ചിമാരെല്ലാം കൂടി ഇവിടെ ഇരുന്നു, എനിക്കിന്ന് പെട്ടെന്ന് പോകണം. അത് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും രണ്ടുപേരും എന്നെ സംശയത്തോടെ നോക്കി. എന്തോ കള്ളത്തരുണ്ടല്ലോടാ, അതോ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോകാനാണോ? ലക്ഷ്മി ചേച്ചിയുടെ ചോദ്യം വന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. ഏയ്, ഞാനിപ്പോൾ നന്നായി ചേച്ചി, ഇതെനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്, ഞാനത് ഇപ്പോഴും ഓർത്ത്. അത് പറഞ്ഞ് പെട്ടെന്ന് നടക്കുമ്പോൾ ഞാൻ ദിവ്യയെ തിരിഞ്ഞു നോക്കി. ആളുടെ മുഖം അപ്പോഴും ചുവന്ന് തുടുത്തിരിക്കുകയാണ്. കിട്ടിയ ബസ്സിൽ ചാടി കയറി ഇരിക്കുമ്പോഴും ചെവിയിൽ ദിവ്യ ചോദിച്ച ചോദ്യം മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വായ്നോട്ടം കണ്ടിട്ട് ചോദിച്ചാണോ, അതോ ഇനി സീരിയസ് ആണോ? എത്ര ചിന്തിച്ചിട്ട് ഒരു എത്തുമണി കിട്ടിയില്ലെന്ന് മാത്രമല്ല, അന്നത്തെ ബസ്സിലെ കളക്ഷൻ എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തി അവൾക്ക് മെസ്സേജ് അയക്കാൻ പലവട്ടം മൊബൈൽ എടുത്തെങ്കിലും പിന്നെന്തോ വേണ്ടെന്ന് വെച്ച്. അവൾ ഇനി തമാശക്കാണെങ്കിൽ ആകെ നാണം കിടും. എങ്കിലും അവൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള ചിന്തയിലായിരുന്നു മനസ്സ്. എന്താടാ, വല്ല പെണ്ണും വളഞ്ഞോ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് മുന്നിലിരിക്കുന്ന ചോറുവാരി കഴിക്കാൻ തുടങ്ങിയത്. അമ്മയൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. രാത്രി കിടക്കുമ്പോഴും അവൾക്ക് മെസ്സേജ് അയക്കാൻ എടുത്തെങ്കിലും അതൊഴിവാക്കി നാളെ നേരിട്ട് ചോദിക്കാമെന്ന് മനസ്സിലുറപ്പിച്ച് കിടന്നു. ഡാ, നീ ഇന്ന് ഓഫീസിൽ പോണില്ലേ? പതിവ് സമയമായിട്ട് എഴുന്നേൽക്കാതെ കിടക്കുന്ന എന്നോട് അതും ചോദിച്ചാണ് അമ്മ മുറിയിലേക്ക് വന്ന്. വയറിനൊരു വേദന പോലെ. ദിവ്യയോട് നേരിട്ട് ചോദിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഓഫീസിൽ പോകണില്ലെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അമ്മയോട് ആ കള്ളം പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. എന്താടാ നിനക്ക് പറ്റിയത്? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു. സത്യം പറ മോനെ, ഏതേലും പെണ്ണുകൾ നിന്റെ അടിവയറ്റ് കണ്ട് മുട്ടുകാർ കയറ്റിയോ? ഈശ്വര, എൻ്റെ കുഞ്ഞിന് പെണ്ണുപോലും കിട്ടിയില്ലേ ഇനി? അമ്മയുടെ ആ ദയനീയ ചോദ്യം കേട്ട് ഞാൻ അറിയാതെ അമ്മ എന്ന് വിളിച്ച് അമ്മയെ നോക്കിയിരുന്നു പോയി. സൂക്ഷിക്കണം മോനെ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ കരാട്ടെയാ, കരാട്ടെ. അമ്മ ഇത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ? ദയനീയമായി മുമ്പിലിരിക്കുന്ന അമ്മയെ പുച്ഛത്തോടെ നോക്കി എഴുന്നേറ്റ് പോകുമ്പോൾ ഇന്നിനി വീട്ടിൽ നിന്ന് അമ്മയുടെ സെന്റ് കേൾക്കുന്നതിന് നല്ലത് ദിവ്യയോട് ചോദിക്കുന്നതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഓഫീസിൽ ഓപ്പോസിറ്റ് ടേബിളിൽ ഇരുവശം ഇരിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ഉടക്കിയെങ്കിലും രണ്ടാളും ഒന്നും മിണ്ടിയില്ല. അതെ, താൻ ഇന്നലെ പറഞ്ഞ് സീരിയസ് ആയിട്ടാണോ? ഉച്ചക്ക് ആഹാരം കഴിച്ച് പാത്രം കഴിക്കുമ്പോഴാണ് ദിവ്യയോട് മടിച്ചാനായി ചോദിച്ച്. എന്ത്? പതിവില്ലാതെ അവിടെ ശബ്ദത്തിൽ ദേഷ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇനി ചോദിക്കണോ എന്ന് പോലും സംശയിച്ചു. അല്ല, ഇന്നലെ പറഞ്ഞില്ലേ കെട്ടുന്ന കാര്യം? മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, അത് തമാശയായിരുന്നു, അവൾ പാത്രം ഒരച്ച് കഴിയുന്ന സ്പീഡിൽ പറഞ്ഞു. അത് പറ, എനിക്കും തോന്നി. ഇപ്പോഴാ സമാധാനമായത്. ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ഇന്നലത്തേതുപോലെ ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇമാതിരി പൊട്ടൻ. വായ കൊണ്ട് വെള്ളം നീട്ടി തുപ്പി അവൾ പറയുമ്പോൾ മനസ്സ് പിന്നെയും കൺഫ്യൂഷൻ അടിച്ചു. സത്യത്തിൽ അവൾ സീരിയസ് ആണ്? അതൊന്നുകൂടി ചോദിക്കും മുമ്പേ അവൾ നടന്നുപോയിരുന്നു. അതെ, എനിക്കും സമ്മതം നിന്നെ കെട്ടാൻ. വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ദിവ്യയോടത് പറഞ്ഞത്. എന്നാലേ അമ്മയെ കൊണ്ട് വീട്ടിലേക്ക് വന്ന് പെണ്ണിയോദിക്ക്, അല്ല പുറകെന്ന് ഒളിപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല. മുഖത്തൊരു ഭാവവ്യത്യാസമില്ലാതെ അവളുടെ മറുപടി കേട്ടപ്പോൾ അവൾക്കിനി എന്നെ കൊന്ന് തിന്നാനാണോ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. നാളെ ഞായറാഴ്ചയല്ലേ, ഞാൻ അമ്മയും കൂട്ടി വരാം. ഞാനത് പറഞ്ഞതും അവളുടെ ബസ് വന്നു. ഒന്നും മിണ്ടാ കയറിപ്പോന്ന് അവളെ നോക്കി അല്പനേരം നിന്നു. ഇതിപ്പോ സമ്മതാണോ അല്ലയോ എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ, ഒരു പെണ്ണ് വന്ന് ഇങ്ങോട്ട് പറയുന്നെങ്കിൽ അത് തമാശക്കായിരിക്കില്ല. എന്തായാലും നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. കാര്യം വീട്ടിലാതിരിപ്പിച്ചപ്പോൾ അമ്മ ഹാപ്പിയാണെങ്കിലും എൻ്റെ മനസ്സിൽ അപ്പോഴും കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞ പോലെ രാവിലെ പോവാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ മോനെ, നമുക്ക് വല്ല ഓട്ടോയിലും പോയാൽ പോരെ? ഈ ബൈക്ക് അവിടെ ചെന്നിട്ട് സ്റ്റാർട്ടായില്ലെങ്കിൽ ആകെ നാണക്കേടാവും.
രാവിലെ മുതലേ ബൈക്കിന്റെ കിക്കറടി തുടങ്ങി എന്നോട് അമ്മ പറയുമ്പോഴും കിക്കറടി തുറന്നുകൊണ്ടിരുന്നു. ഹൈ, നെഗറ്റീവ് അടിക്കില്ലമ്മേ. വണ്ടി സ്റ്റാർട്ടായ സന്തോഷത്തിൽ അമ്മയോട് പറയുമ്പോഴേക്കും അമ്മ പുറകിൽ കയറിയിരുന്നു. ദിവ്യയുടെ വീട്ടിലെത്തി ബെല്ലടിച്ച് ഞാനും അമ്മയും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഇനി എന്താവുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്കെങ്കിൽ മോന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണേ എന്നായിരുന്നു അമ്മയുടെ മനസ്സിൽ. അമ്മേ, ആ അണ്ണാച്ചി പൈസക്ക് വന്നെന്ന് തോന്നുന്നു. എന്റെ ബാഗിൽ ഒരു 100 രൂപ ഉണ്ട്, എടുത്തു കൊടുക്ക്. ആദ്യം ബെല്ലടിച്ച് അനക്കമില്ലായിരുന്നപ്പോൾ രണ്ടാമതും ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ നിന്ന് ദിവ്യയുടെ ശബ്ദം കേട്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുതെന്ന്. ഒരു നൈറ്റി വാങ്ങി 2 ഇടക്ക് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ നിറവും പോയി. ദിവ്യയുടെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അമ്മ ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നെ നോക്കി. ഞാനും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. ആരാ മനസ്സിലായില്ല? അണ്ണാച്ചിയെ പ്രതീക്ഷിച്ച് വാതിൽ തുറന്ന് ദിവ്യയുടെ അമ്മ ഞങ്ങളെ കണ്ടപ്പോൾ സംശയത്തോടെ ചോദിച്ചു. ദിവ്യയില്ലേ? ഞങ്ങൾ മോളെ കാണാൻ വന്നതാ. ഞാൻ എന്തെങ്കിലും പറയും മുന്നേ അമ്മ കയറി പറഞ്ഞു. ദിവ്യയെ നിന്നെ കാണാനാ? അവർ ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പോ അങ്ങേരെ ദർശനം കിട്ടാതെ പോവില്ലേ? കയ്യിലെ വെള്ളം നൈറ്റിയിൽ തന്നെ തുടച്ച് നൈറ്റി ഇടുപ്പിൽ തിരികെ ഉമ്മറത്തേക്ക് വന്ന ദിവ്യ എന്നെ അമ്മയും കണ്ടൊന്ന് പരിങ്ങി. മെല്ലെ ഇടുപ്പിൽ കുത്തിയിരുന്ന നൈറ്റി നേരെയാക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഇങ്ങനെയാണോ മോളെ പെണ്ണ് കാണാൻ നിൽക്കുന്നത്? അമ്മ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ദിവ്യയെ നോക്കി ചിരിച്ചു. ദിവ്യ പുറകിലേക്ക് മാറുമ്പോൾ അവിടെ അമ്മയെ സംശയത്തോടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അമ്മേ, അവർക്കൊരു സർപ്രൈസായി തോന്നുന്നു അല്ലേ? ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മേനെ രൂക്ഷമായി നോക്കി. എനിക്കൊരു സംശയമുണ്ടടാ, അവൾ നിന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന്. അമ്മയുടെ വായിന്ന് അതുകൂടി കേട്ടതോടെ മറ്റെല്ലാ പെണ്ണുകാണൽ പോലെ ഇതും തേഞ്ഞെന്ന് ഉറപ്പിച്ചു. ഞാൻ തമാശക്ക് പറഞ്ഞൊന്നല്ല. അതും പറഞ്ഞാണ് ദിവ്യ ചായയുമായി വന്ന്. എന്തായാലും മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമായി. ബാക്കി ഇനി നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കാം. അത് പറഞ്ഞമ്മ ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കുമ്പോൾ അതുവരെ കാണാത്തൊരു നോട്ടം ദിവ്യയിൽ കണ്ടു. എൻ്റെ പൊന്നു മോളെ, ഇവന് 2 ദിവസം കൊണ്ട് സംശയം. മോള് കളിയാക്കി ചോദിച്ചാണോ? ഇവനെ പോലെ ആയിരുന്നു ഇവൻ്റെ അച്ഛനുമേ. എന്തേലും മനസ്സിലാണെങ്കിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങേരും കുറേ എൻ്റെ പുറകെ നടന്നു. എന്നാലോ വായി തുറന്ന് ചോദിക്കാൻ പേടിയും. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു, തനിക്ക് എന്നെ കെട്ടാമോടോന്ന്. അന്ന് അങ്ങേര് വിയർത്തത് ഇന്ന് ഓർമ്മയിലുണ്ട്. അമ്മ അത് പറഞ്ഞ് ചിരിക്കുമ്പോൾ ഞാനൊഴികെ എല്ലാവരും ചിരിച്ചു. അല്ലേലും ഒരാണിൻ്റെ പേടി മറ്റൊരാണിനല്ലേ മനസ്സിലാവുള്ളൂ. ഇവിടെ അതുപോലെയൊക്കെ തന്നെയാ. ദിവ്യ അത് പറയുമ്പോൾ അമ്മേൻ്റെ തോളിൽ തട്ടി. നിങ്ങളാണ് മക്കളെ ജീവിക്കേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കുക. അത് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പതിവ് പോലെ ബൈക്ക് പണി തന്നു. ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. അമ്മ ദേഷ്യത്തോടെ എന്നെ, മോള് പേടിക്കേണ്ട, കല്യാണം ആകുമ്പോൾ നമുക്കൊരു കാറ് വാങ്ങാം. ഏറെ നേരത്തെ പരിശ്രമത്തിനോടിൽ ബൈക്ക് സ്റ്റാർട്ടായ സന്തോഷത്തിൽ അമ്മ അതും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അമ്മേ, എങ്ങനെയുണ്ടോ അമ്മേ പെണ്ണ്? ബൈക്ക് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഞാൻ ചോദിച്ചു. കൊള്ളാടാ, നല്ല പെണ്ണ്. ഇവൾ എന്തായാലും നിന്നെ വരച്ച വരയും നിർത്തും. അമ്മ അത് പറയുമ്പോൾ എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവും. ആ ഡ്രസ്സല്ലേ, കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പറയുമ്പോൾ അമ്മ തോളിൽ മേലെ തട്ടി. വീട്ടിൽ മൂടി കീറിയ നിക്കറും നരച്ച ടീഷർട്ട് ഇട്ട് നടക്കുന്നവനാ നീ. അല്ലേ തന്നെ നീയെന്ന് അവളെ കാണുന്നതല്ലേ? ഇഷ്ടാവേണ്ടത് നിങ്ങൾക്കും. പിന്നെ ഈ സീരിയലൊക്കെ അല്ലേ മോനെ പട്ടുസാരിയും ചുറ്റി വീട്ടിൽ നിൽക്കുന്നത്. ഒറിജിനൽ എല്ലാ പെണ്ണുകളും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ മോൻ മര്യാദക്ക് വണ്ടി ഓടിക്കുക. അത് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിൽ പുതിയ പുതിയ സ്വപ്നങ്ങളും പിറവിയെടുത്തിരുന്നു. അപ്പം രണ്ടാളും കൂടി തല്ലിയോടുന്ന് ഞങ്ങളെ പറ്റിക്കാനാണല്ലേ? പിറ്റേന്ന് ഓഫീസിലെത്തിയപ്പോഴേക്കും മിനി ചേച്ചി അതും പറഞ്ഞാണ് വരവേറ്റത്. എന്തൊക്കെയായിരുന്നു തല്ലുകൂടൽ, പിണങ്ങിയിരിക്കൽ. എന്നാലും ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. മിനി ചേച്ചിക്കൊപ്പം ലക്ഷ്മി ചേച്ചിയും പറഞ്ഞു തുടങ്ങി. ഓ, അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയിന്നേ. ഞാൻ ദിവ്യയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ദിവ്യയൊന്ന് ചിരിച്ചു. അതെ, ചേച്ചിമാർക്ക് തന്നെയാ എന്ന് കരുതി പഴയതുപോലെ ഒരുപാടങ്ങ് കൊഞ്ചിക്കൊഴയാൻ പോയാലുണ്ടല്ലോ മുട്ടുകാരിയായിട്ടും ഞാൻ. അവർ പോയി കഴിഞ്ഞപ്പോൾ കയ്യിലൊരു നുള്ളും തന്ന് ദിവ്യ പറയുമ്പോൾ, ഈശ്വര, ഇനി ഈട്ടം വലം തിരിയാൻ പറ്റാതെ ഞാൻ പെട്ടു. മനസ്സിൽ ഉറപ്പിച്ചു. അല്ലടി, എന്നാലും നീയാന്ന് ചോദിച്ചത് തനിക്കെന്നെ കെട്ടാൻ പറ്റുമെന്ന് തന്നെയല്ലേ? കല്യാണത്തിൽ കഴിഞ്ഞ് ദിവ്യ എനിക്ക് മാത്രമായി കിട്ടിയപ്പോഴാണ് ഞാനത് ചോദിച്ചത്. അല്ലേടോ, തൻ്റെ വായനോട്ടം കണ്ടിട്ട് തനിക്കൊന്ന് കെട്ടിക്കൂടെയെന്നാ ചോദിച്ചത്. അപ്പോഴേക്കും കുറ്റിയും പറിച്ച് വീട്ടിലെത്തി കഴിഞ്ഞു. അയ്യേടി, എന്നിട്ടെന്നാ മോളി വായി നോക്കി വേണ്ടാന്ന് പറയാതിരുന്നേ? അത് പിന്നെ നിങ്ങൾ അങ്ങനെ വായി നോക്കി സൂചിച്ച് ജീവിക്കുന്ന കണ്ടപ്പോൾ ഒരു കുശുമ്പ്. അവൾ അതും പറഞ്ഞ് എന്നിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് വായി നോക്കാല്ലേ? ഞാൻ അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ഇനിയെങ്ങാൻ എന്നെ അല്ലാതെ വേറെ പെണ്ണിനെ നോക്കിയാലുണ്ടല്ലോ ആ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും, പറഞ്ഞേക്കാം. അതും പറഞ്ഞവൾ എന്നിലെ പിടുത്തം മുറുക്കുമ്പോൾ എൻ്റെ ചുണ്ട് അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു.